ഹേ മൈ ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വിൻ്റർ സ്കിൻ കെയർ ഹാക്കാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും വിൻ്റർ സീസൺ ആണല്ലേ. വിൻ്റർ സീസൺ ആണെന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്ക് ഓർമ്മ വരുന്നത്, ഈ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരു ഡാമേജ്ഡ് ആവുന്ന ഒരു സീസൺ കൂടിയാണ് അല്ലേ. സോ അപ്പം നമുക്ക് ഇനി ഒട്ടും തന്നെ ലേറ്റ് ആക്കണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ സ്കിൻ എങ്ങനെ നല്ല ടേക്ക് കെയർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സ്കിൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത്. സോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വിൻ്റർ സീസൺ ആകുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രൈനെസ് എന്ന് പറയുന്നത്. ആ ഡ്രൈനെസ് വരാനുള്ള ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. നമ്മൾ തണുപ്പ് കാലത്ത് അധികം ഒന്നും വെള്ളമൊന്നും കുടിക്കില്ല, നമുക്കധികം ദാഹം ഫീൽ ചെയ്യാറുണ്ടാവില്ല, നമ്മൾ അധികം വെള്ളം കുടിക്കില്ല. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് കാരണം കൊണ്ട് നമുക്ക് ഡ്രൈനെസ് വരാൻ പറ്റും. അപ്പോൾ ഒരു 1.5 ലിറ്റർ എങ്കിലും മിനിമം വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വിൻ്റർ ആയി വെച്ച് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഒരുമാതിരി ചുളിവ് പോലത്തെ, മീൻസ് ഭയങ്കര മൊരി ആയിട്ടുള്ള ഒരു ആ ഒരു ചുളിവുകൾ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക് വന്നിട്ട്. അപ്പോൾ അതിനാദ്യം ഇതുപോലത്തെ ഒരു കാലി ബോട്ടിൽ വേണം, നമുക്ക് സ്പ്രേ ചെയ്യാൻ പാകത്തിനുള്ളൊരു കാലി ബോട്ടിൽ വേണം കേട്ടോ. അതിലേക്ക് 3/4 റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക, അതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഷെയ്ക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കിത് കുളി കഴിഞ്ഞ ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, കയ്യിലും കാലിലും ബോഡി എല്ലാവിടെയും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ റിങ്കിൾസും ചുളിവുകളൊക്കെ പെട്ടെന്ന് മാറും. വിൻ്റർ സീസണിൽ അധികം ഭയങ്കര ഈ മേക്കപ്പ് ഒന്നും ഇടാതിരിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം അത്യാവശ്യം ഒരു മീഡിയം ടു ഡ്രൈ സ്കിൻ ആയിട്ടുള്ളൊരു മേക്കപ്പ് ഒന്ന് കമ്മിയാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ രണ്ടാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ക്രീമാണ് കേട്ടോ. ആദ്യം തന്നെ ചെറിയൊരു ബൗളെടുക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ വേണം, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് റോസ് വാട്ടർ വേണം, അതും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇടുന്നത് വിറ്റാമിൻ ഇയുടെ ക്യാപ്സൂളാണ് കേട്ടോ. അത് വാങ്ങാൻ കിട്ടും, അതൊന്ന് പൊട്ടിച്ചൊഴിക്കുക. അതുപോലെ തന്നെ അതിലേക്ക് അലോവേറ ജെല്ലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതുപോലെ ചെറിയൊരു ക്രീം പരുവത്തിൽ കിട്ടണം കേട്ടോ. ഇതുപോലെ അടച്ചു വയ്ക്കാൻ പാകത്തിനുള്ള ചെറിയ ബോട്ടിലെടുക്കുക, അതിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടിത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ടാട്ടോ. വിൻ്റർ സീസണായി വെച്ചാൽ എല്ലാവർക്കും ലിപ്പ് ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ ആ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടി അപ്പോൾ ഒന്നിങ്ങനെ ചുണ്ടുകൊണ്ട് ഒന്ന് നനച്ചു കൊടുക്കില്ലേ, എല്ലാവരും ചെയ്യണതാണ്. പക്ഷെ ആ നനയ്ക്കുമ്പോൾ അപ്പോഴത്തെ ആ സമയത്ത് മാത്രമാണ് ഒന്ന് നനവായിട്ടിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ഡ്രൈ ആയിട്ട് മാറുക ചെയ്യും. അതുപോലെ തന്നെ ചുണ്ടിൻ്റെ മേലെയും താഴെയും ഈ സൈഡിലൊക്കെ ഒരുമാതിരി ചുളിഞ്ഞിങ്ങനെ തൊലിയൊക്കെ പേർന്നിട്ട് ചിലവരൊക്കെ വരാറൊക്കെ ഉണ്ട്. സോ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആയിട്ടത്. കുറച്ച് ഹണിയും കുറച്ച് ഗീയും എടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ക്രീം പരുവത്തിലാക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമ്മളെ ലിപ്പിലും ആ ലിപ്പിൻ്റെ ഏരിയ മൊത്തത്തിലും ഒന്ന് ഒരു സ്ക്രബ് കൊടുക്കുന്ന പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് അവിടെ ഒരു നെറിഷ് ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും ഇരിക്കും കേട്ടോ. അടുത്തതാണ് ഈ കൈകാലിലെ തൊലി ഇങ്ങനെ പേർന്ന് വരില്ലേ. മുമ്പ് എനിക്കുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കുറേ ആയിട്ടൊന്നും ഉണ്ടായില്ല. മുമ്പ് ചെറുപ്പത്തിൽ എനിക്കിതുപോലെ വിൻ്ററായി വെച്ച ഈ വിരലിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാറും അതുപോലെ തന്നെ അതിൻ്റെ തൊലി ഇങ്ങനെ പേർന്ന് വരാറുണ്ട്. ഇപ്പം അങ്ങനെ കാണാറൊന്നുമില്ല. സോ ചില ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് നല്ലതായിട്ടുണ്ട്, ഇവിടെ കയ്യിലും 2 കയ്യിലും നല്ലോണം ഉണ്ടാവും. സോ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഹാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കയ്യിലിടാൻ ആവശ്യത്തിനുള്ള റവ എടുക്കുക. റവയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് കുറച്ച് ഹണി ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ലെമൺ ഒന്ന് പിഴിയുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കയ്യിലൊന്ന് പുരട്ടിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചധികം നേരം ഒരു സ്ക്രബ് ചെയ്യണ പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് നല്ലൊരു നറിഷായിട്ടിരിക്കും, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൈയുടെ പുറത്തും അകത്തും ഒരുപോലെ മസാജ് ചെയ്യാമെന്നുള്ള കേട്ടോ. ഈ ഡ്രൈ ആയിട്ടുള്ള കൈയുള്ളവർക്കൊക്കെ കുറച്ച് ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അത് വരുമ്പോൾ ബൈ, സീ യു ഓൾ.